എസ് ടി പ്രൊമോട്ടർ പട്ടികവർഗ കുടുംബത്തോട് അപമര്യാദയോടെ പെരുമാറിയെന്ന് പരാതി. 82-കാരിക്കുള്ള വയോജന ഭക്ഷ്യക്കിറ്റ് വീട്ടിലെത്തിച്ചു നൽകാൻ കഴിയില്ല എന്ന് എസ് ടി പ്രൊമോട്ടർ പറയുന്നതിന്റെ ഫോൺ സംഭാഷണം റിപ്പോർട്ടറിന് ലഭിച്ചു. വീട്ടിലേക്ക് ഭക്ഷ്യക്കിറ്റ് കൊണ്ടുകൊടുക്കാൻ ഉത്തരവില്ല എന്നും എവിടെ പരാതി പറഞ്ഞാലും തനിക്ക് കുഴപ്പമില്ല എന്നും പ്രൊമോട്ടർ. ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ആരും പറഞ്ഞിട്ടൊന്നുമില്ല. വീട്ടിൽ കൊണ്ട് കൊടുക്കണമെങ്കിൽ എനിക്ക് എല്ലാവരുടെയും വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങളോട് ആരോടും ഇന്ന ഈ 60 വയസ്സിന്റെ കിറ്റ് എല്ലാവരും വീടിന്റെ മുറ്റത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇന്നേ വരെ ഒരു ഉത്തരവും വന്നിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. എവിടെ പോയി പറഞ്ഞാലും എനിക്കൊരു കുന്തവും ഇല്ല. വേറെ കാര്യം പറഞ്ഞു, ഒരു കുഴപ്പമില്ല. എനിക്ക് ജോലി മാത്രമല്ല ഉള്ളത്. ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാക്കണം. നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നാലേ നിങ്ങൾ കിറ്റ് മേടിക്കത്തുള്ളെങ്കിൽ എനിക്ക് തരാൻ പറ്റത്തില്ല. കളക്ടറേറ്റിനോ വന്ന് മേടിച്ചോളം പറ. പത്തനംതിട്ട കുടമുരുട്ടി സ്വദേശിയായ തങ്കമ്മയ്ക്കാണ് ഈ ദുരനുഭവം നേരിട്ടത്. തന്റെ കിറ്റ് ട്രൈബൽ ഓഫീസിലെത്തി കൈപ്പറ്റാൻ നിർദ്ദേശം നൽകിയെന്ന് തങ്കമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കിറ്റ് കൊണ്ടുവിടെ തരുന്നില്ല ആ പെണ്ണിനെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഫോൺ വഴി ഇങ്ങോട്ട് എന്നെ വിളിക്കേണ്ട കാര്യമില്ല. ആ പെണ്ണിനെ ഇങ്ങോട്ട് വന്നാൽ പോരെ, വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എൻ്റെ കാര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിക്കേണ്ട. ആ പെണ്ണൊന്നും കൊണ്ട് തരത്തില്ല. അവിടെ താഴത്തെ റോട്ടിലാണ് കൊണ്ടുവെക്കുന്നത്. എന്നിട്ട് വിളിച്ചിട്ട് പറയും ഞാൻ തന്നെ ചെന്നെടുക്കണമെന്ന്. എനിക്ക് നടക്കാൻ വയ്യാത്ത ഞാൻ എങ്ങനെ പോകാനായിട്ടോ? കിറ്റ് വീട്ടിൽ കൊണ്ട് തരണം, ആരുമില്ല എടുത്തോണ്ട് വരാം. ഈ വയ്യാത്ത ഞാൻ എങ്ങനെയാ പോയി എടുക്കുന്നത്? ഇവരെ അറിയിക്കത്തില്ല, ഞാൻ തന്നെ ചെല്ലണമെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നൊന്നും എനിക്കും അറിയത്തില്ല. കാലിന് സ്വാധീനക്കുറവുള്ളതിനാൽ മറ്റൊരു വീട്ടിൽ ചെന്ന് കിറ്റ് എടുക്കാൻ കഴിയില്ല എന്ന് തങ്കമ്മയുടെ മകൻ. അമ്മ നേരിട്ട് ചെന്ന് അരി മേടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കണം. അവിടെ താഴെ മെമ്പറുടെ വീട്ടിൽ ചെന്ന് മേടിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് നടക്കാൻ പറ്റില്ല. അത് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അതായത് നടക്കുമ്പോൾ ബാലൻസ് കുറവാണ്. 150 രൂപ ഇതുണ്ട്. ഇത് അരയടങ്ങോട് തളർച്ച ഇതിൻ്റെ ഇത് കഴിഞ്ഞു. വേറൊരു നേരത്തെ വിട്ടിരുന്ന പ്രൊമോട്ടർ എന്നെ വിളിച്ച് പറഞ്ഞ അരി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ അവിടെ അരി എടുക്കാൻ ചെല്ലുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ പ്രൊമോട്ടറാണ് ആദ്യമായിട്ടാണല്ലോ കാണുന്നതെന്ന് ചോദിച്ചു. അത് പുള്ളിക്ക് പിടിച്ചില്ല. പുള്ളി പറഞ്ഞ അരി അമ്മ അവിടെ റാന്നി ട്രൈബിൽ വന്ന് നേരിട്ട് മേടിച്ചു. അമ്മ നേരിട്ട് ചെന്ന് മേടിച്ചു. അപ്പോൾ അരി അങ്ങ് കൊണ്ടുപോയി. അതേസമയം മറ്റ് പ്രൊമോട്ടർമാർ ഭക്ഷ്യക്കിറ്റ് വീട്ടിലെത്തിച്ച് നൽകിയിരുന്നു. എസ് ടി പ്രൊമോട്ടർക്കെതിരെ പട്ടികവർഗ ക്ഷേമ വകുപ്പ് ഡയറക്ടർക്ക് തങ്കമ്മയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുകയാണ്. പ്രവീൺ, എല്ലാ വീട്ടിലും എല്ലാ കുടുംബത്തിലും ഒന്നും ഇത്തരത്തിൽ കിറ്റ് കൊണ്ട് കൊടുക്കേണ്ട, സാരമില്ല. പക്ഷേ ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയാണ്, നടക്കാൻ പോലും കഴിയുന്നില്ല. അവരുടെ നിസ്സഹായാവസ്ഥ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുപോലും മനസ്സിലാക്കി അല്പം മനുഷ്യത്വത്തോടു കൂടി പെരുമാറാൻ കഴിയാത്ത, അവരോട് മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത, ഇത്രയധികം അഹങ്കാരം കാണിക്കുന്ന ഒരാൾക്ക് എസ് ടി പ്രൊമോട്ടർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? പരാതി കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ പ്രവീൺ? ഷിഹാസി 82 വയസ്സുള്ള തങ്കമ്മ ശാരീരികമായി പല അവശതകളും നേരിടുന്ന ഒരു പ്രായമുള്ള ഒരു വ്യക്തിയാണ്. നാം ഇന്നലെ അവരുടെ വീട്ടിൽ പോയി നേരിട്ട് കണ്ടിരുന്നു. പ്രധാനപ്പെട്ട ഒരു റോഡിൽ നിന്നും 100-200 മീറ്റർ മാത്രം മാറി ഒരു ഇടുങ്ങിയ വഴിയിൽ കൂടി നമുക്ക് അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ സാധിക്കും. സാധാരണ ഈ കഴിഞ്ഞ ദിവസം അവിടെ എസ് ടി പ്രൊമോട്ടർ റോഡിൻ്റെ വശത്തുള്ള ഒരു വീട്ടിലാണ് ഈ ഭക്ഷ്യക്കിറ്റ് ഏൽപ്പിച്ചത്. അവിടെ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100-200 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ തങ്കമ്മയുടെ വീട്ടിലേക്ക്. പക്ഷേ അവിടേക്ക് ആ ഭക്ഷ്യക്കിറ്റ് എത്തിച്ചില്ല എന്നാണ് തങ്കമ്മ പ്രധാനമായിട്ടും പരാതി പറയുന്നത്. ആ റോഡിനരികെയുള്ള വീട്ടിലേക്ക് ഈ തങ്കമ്മയുടെ മകൻ, അദ്ദേഹത്തിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അവിടേക്ക് ചെന്നിരുന്നു. പക്ഷേ അപ്പോൾ ഈ അമ്മ തന്നെ, ഈ മുത്തശ്ശി തന്നെ അവിടേക്ക് നേരിട്ട് ചെല്ലണം എന്നുള്ള ഒരു കാര്യമാണ് ഈ പ്രൊമോട്ടർ പറഞ്ഞത്. ഇതിനിടെ ഒരു ഫോൺ സംഭാഷണം നാം ഇപ്പോൾ കേൾപ്പിച്ചത് അത് ഈ മകനുമായി സംസാരിക്കുന്നതാണ്. ഈ തങ്കമ്മയ്ക്ക് കൊടുക്കേണ്ട ഭക്ഷ്യക്കിറ്റ് സംബന്ധിച്ചുള്ള ഒരു ഫോൺ സംഭാഷണമാണ് നാം അതിൽ കേട്ടത്. അതിൽ കൃത്യമായും ഈ എസ് ടി പ്രൊമോട്ടർ പറയുന്നുണ്ട്, നേരിട്ട് വീട്ടിലേക്ക് എത്തിച്ച് തരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ തനിക്ക് അതിന് പറ്റില്ല, അങ്ങനെയുള്ള ഉത്തരവൊന്നുമില്ല എന്നാണ് ഈ എസ് ടി പ്രൊമോട്ടർ പറയുന്നത്. ഏതായാലും വളരെ ഒരു ദയനീയമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം ഈ എസ് ടി പ്രൊമോട്ടർമാരുടെ ജോലി എന്നുള്ളത് ഇത്തരത്തിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ ക്ഷേമം അത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സർക്കാരിനെ അറിയിക്കുക, പട്ടികവർഗ വിഭാഗത്തെ, ആ വകുപ്പിനെ അറിയിക്കുക, അവർക്ക് റേഷൻ
കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചു നൽകുക, ഭക്ഷ്യക്കിറ്റ് വീടുകളിൽ എത്തിച്ചു നൽകുക, അങ്ങനെ അവരുടെ ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് സർക്കാരിനും ഈ പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കേണ്ട ഒരു ജോലിയാണ് ST പ്രൊമോട്ടറുടേത്. പക്ഷേ അവരിങ്ങനെ ഇത്തരത്തിൽ പെരുമാറുന്നത് കൊണ്ടാണ് ഈ 82-കാരിയെ പോലുള്ള തങ്കമ്മയെ പോലുള്ള വൃദ്ധർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. ഏതായാലും ഇത് പട്ടികവർഗ ക്ഷേമ ഡിപ്പാർട്ട്മെന്റിന് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള പ്രൊമോട്ടർമാർ കൃത്യമായും അവരുടെ വീടുകളിൽ ചെന്നിരുന്നു എന്നാണ് തങ്കമ്മ പറയുന്നത്. അത് അവരുടെ മക്കളും പറയുന്നുണ്ട്. മുമ്പുള്ള പ്രൊമോട്ടർമാർ ഭക്ഷ്യക്കിറ്റും ഒപ്പം തന്നെ ആരോഗ്യ വിവരങ്ങളൊക്കെ തിരക്കുന്നതിന് നേരിട്ട് വീട്ടിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ഈ ഒരു ST പ്രൊമോട്ടർ വീട്ടിലേക്ക് ഈ കാര്യങ്ങളൊന്നും ചോദിച്ചെത്തുന്നില്ല. അതുമാത്രവുമല്ല, ഭക്ഷ്യക്കിറ്റൊക്കെ മറ്റ് വീടുകളിൽ അവിടെ കൊണ്ടുവയ്ക്കുന്നു. തങ്ങൾക്ക് അങ്ങോട്ടേക്ക് ചെന്ന് എടുക്കാനുള്ള ഒരു മാർഗവുമില്ല. അത് പ്രധാനമായും അവരുടെ ആരോഗ്യസ്ഥിതിയാണ് പറയുന്നത്. സാധാരണ രീതിയിൽ നാം അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കിറ്റുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു, പിന്നീട് അതാത് വീടുകളിലുള്ളവരെ വിവരം അറിയിച്ച് ഓരോരുത്തർ വന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാം ഇന്നലെ ഇതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ST പ്രൊമോട്ടറുടെ ഒരു ജോലി എന്നുള്ളത് ഈ ഭക്ഷ്യക്കിറ്റൊക്കെ ആണെങ്കിൽ വീടുകളിൽ തന്നെ എത്തിക്കണം എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് കൃത്യമായും വകുപ്പ് നിർദ്ദേശിക്കുന്നത്. കാരണം ഇങ്ങനെ അവശതയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് തന്നെ നേരിട്ട് ചെന്ന് എത്തിക്കണം എന്നുള്ളതാണ്. മറ്റുള്ള വീടുകളിൽ എത്തിച്ച് അവരോട് അങ്ങോട്ടേക്ക് വരാൻ പറയുന്നത് തെറ്റാണ് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പട്ടികവർഗ ക്ഷേമ ഡയറക്ടർക്ക് തന്നെ ഒരു പരാതി ഈ കുടുംബം നൽകിയിട്ടുണ്ട്. നടപടി വേണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആരോഗ്യപരമായി വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. തങ്കമ്മയ്ക്കയുടെ 2 കാലുകളും മുട്ടിനൊക്കെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് നടക്കാൻ വയ്യ. നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ എത്രയും വേഗം പോയി കിടക്കണം എന്നൊക്കെയാണ് ഈ തങ്കമ്മ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, പട്ടികവർഗ വിഭാഗക്കാർക്ക് അരിയും പഞ്ചസാരയും ഒക്കെ ഉൾപ്പെടെ ഒരു ചെറിയ കിറ്റാണ് ഇവർക്ക് നൽകുന്നത്. അത് മഴക്കാലത്ത് ഈ ജോലിക്കൊക്കെ പോകാൻ പറ്റാത്ത സമയമായതുകൊണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ അവർക്ക് സർക്കാർ കൃത്യമായിട്ടും ഈ കിറ്റുകൾ എത്തിക്കുന്നുണ്ട്. ആ കിറ്റുകളാണ് ഇത്തരത്തിൽ നേരിട്ട് വീടുകളിലേക്ക് എത്തിക്കാതെ ഈ ST പ്രൊമോട്ടർ എന്ന് പറയുന്ന ആ ഒരു തസ്തികയിൽ ജോലി ചെയ്യുന്ന ആൾ വിവേചനപരമായിട്ട് പെരുമാറി എന്ന് പറയുന്നത്. പത്തനംതിട്ട കുടമുരുട്ടിയിലെ ആ ST പ്രൊമോട്ടർക്ക് ഈ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യതയുമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം തന്റെ ഉത്തരവാദിത്വം, താൻ ചെയ്യേണ്ട ജോലികൾ അത് അഹങ്കാരത്തോടു കൂടി തനിക്ക് ചെയ്യാൻ മനസ്സില്ല എന്ന് ST വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് അഹങ്കാരത്തോടു കൂടി അവർ പറയുകയാണ്. ഒരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ഈ ജോലി മാത്രമല്ല മറ്റു പല ജോലിയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മറ്റു പല ജോലികൾ ചെയ്യുന്നതായിരിക്കും ഈ ST പ്രൊമോട്ടർക്ക് നല്ലത്. ഈ ജോലിയിൽ തുടരാൻ അവർക്ക് അർഹതയില്ല. കൃത്യമായ നടപടികൾ അവരെ പുറത്താക്കിക്കൊണ്ട് അത് പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. കാരണം അത്രയേറെ ഗൗരവമുള്ള പരാതിയാണ് ഇപ്പോൾ തങ്കമ്മ, 82 വയസ്സുണ്ട് തങ്കമ്മയ്ക്ക്. ആ തങ്കമ്മയോടാണ് ഇത്ര വലിയ അവഗണന ഈ ST പ്രൊമോട്ടർ കാണിച്ചിരിക്കുന്നത്. ഈ പരാതി ഗൗരവത്തിൽ തന്നെ എടുക്കുക.